സംസ്ഥാനത്തെ സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ആരോഗ്യ കായിക വിദ്യാഭ്യാസവും സ്പോർട്സും നിർബന്ധിത പാഠ്യവിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. SIRT കേരളയുടെ നേതൃത്വത്തിൽ പ്രൈമറി ക്ലാസുകളിൽ വിദ്യാർത്ഥികൾക്കായി ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ 2 കൈപ്പുസ്തകങ്ങൾ തയ്യാറാക്കി സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ 5 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ഓരോ ക്ലാസ്സിനും പ്രത്യേക ആരോഗ്യ കായിക വിദ്യാഭ്യാസ ആക്ടിവിറ്റി ബുക്കുകളും തയ്യാറാക്കി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി ബുക്കുകളുടെ ഫലപ്രദമായ വിനിമയത്തിനായി അധ്യാപകർക്കായി പ്രത്യേക ഹാൻഡ് ബുക്കുകളും തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ നടപ്പിലാക്കി വരുന്ന ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി 1-ാം വർഷ വിദ്യാർത്ഥികൾക്കായുള്ള ആരോഗ്യ കായിക വിദ്യാഭ്യാസ പാഠപുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി 2-ാം വർഷ പാഠപുസ്തകത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതാണ്. 2026-27 അധ്യയന വർഷത്തിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസ പാഠപുസ്തകങ്ങളിൽ ആയോധന കലകളുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൈക്കൊണ്ടോ, ജൂഡോ, റെസ്ലിംഗ്, ബോക്സിംഗ്, കരാട്ടെ തുടങ്ങിയ കായിക ഇനങ്ങളാണ് നിലവിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിനു പുറമെ കായിക യുവജനകാര്യ ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ശാക്തീകരണ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥികൾക്കും വിവിധ മാർഷൽ ആർട്സ് ഇനങ്ങളിൽ പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക പരിശീലന മൊഡ്യൂളും ഹാൻഡ്ബുക്കും തയ്യാറാക്കി പുറത്തിറക്കിയിട്ടുണ്ട്. കൂടാതെ കായിക യുവജനകാര്യ ഡയറക്ടറേറ്റും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ കായിക വിഭാഗവും സംയുക്തമായി സംസ്ഥാനത്തെ മുഴുവൻ കായിക അധ്യാപകർക്കും വിവിധ മാർഷൽ ആർട്സ് ഇനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിശീലന പരിപാടികൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ബി. കേരള എഡ്യൂക്കേഷൻ റൂൾസ് ചാപ്റ്റർ 4 റൂൾ 3/2 പ്രകാരം ഓരോ സ്കൂളിലും കായിക വിനോദങ്ങൾക്കും കായിക പരിശീലനത്തിനുമായി അനുയോജ്യമായ കളിസ്ഥലവും മതിയായ തുറസായ സ്ഥലവും ഉണ്ടായിരിക്കണമെന്നാണ് വ്യവസ്ഥ. സ്കൂൾ സ്ഥാപിക്കുന്നതിനും അതിന് അംഗീകാരം ലഭിക്കുന്നതിനും കെട്ടിടത്തോടൊപ്പം തന്നെ കളിസ്ഥലവും നിർബന്ധമാണ്. വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം കായിക വിനോദങ്ങൾക്കും നൽകണമെന്ന KER ചാപ്റ്റർ 4 റൂൾ 3/2 വ്യവസ്ഥ പാലിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നിലവിൽ കായിക യുവജനകാര്യ ഡയറക്ടറേറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെയും വിവിധ MLA ഫണ്ട് പദ്ധതികളുടെയും ഭാഗമായി മറ്റ് നിരവധി സ്കൂളുകളിലും കളിസ്ഥലങ്ങൾ നിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്തു വരുന്നു. കായിക യുവജനകാര്യ ഡയറക്ടറേറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 2 സ്പോർട്സ് സ്കൂളിലും 1 സ്പോർട്സ് ഡിവിഷനിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ, ക്ഷേമം, പരാതി പരിഹാരം എന്നിവ ഉറപ്പാക്കുന്നതിനായി 3 കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളതാണ്. പ്രസ്തുത കമ്മിറ്റികൾ നിശ്ചിത ഇടവേളകളിൽ യോഗം ചേരുകയും ഹോസ്റ്റലുകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തു വരുന്നു. കൗൺസിലിന്റെ നിയന്ത്രണത്തിൽ 28 ജില്ലാ സ്പോർട്സ് അക്കാദമികളും 41 കോളേജ് സ്പോർട്സ് അക്കാദമികളും 13 സ്കൂൾ സ്പോർട്സ് അക്കാദമികളും പ്രവർത്തിച്ചു വരുന്നു. ഹോസ്റ്റലിലെ കായിക താരങ്ങൾക്ക് ബോർഡിംഗ്, ലോഡ്ജിംഗ് ചാർജായി പ്രതിമാസം 250 രൂപ അനുവദിച്ചു വരുന്നു. കൂടാതെ ഇവരുടെ ചികിത്സാ ചെലവുകൾ, മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രാഭത്ത, ദിനഭത്ത എന്നിവ കൗൺസിൽ വഹിക്കുന്നു. കൗൺസിൽ പരിശീലകരുടെ നേതൃത്വത്തിൽ ഇവർക്ക് പരിശീലനം നൽകി വരുന്നു. പ്രസ്തുത ഹോസ്റ്റലുകളിലെ പരിശീലനത്തിന് ആവശ്യമായ കായിക ഉപകരണങ്ങൾ, കായിക താരങ്ങൾക്കുള്ള കിറ്റ് എന്നിവയും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നൽകി വരുന്നു. സ്പോർട്സ് അക്കാദമികളുടെ പ്രവർത്തനവും സൗകര്യവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നതാണ്. സി. കുട്ടികളിൽ സമഗ്ര ആരോഗ്യകരമായ ജീവിതശൈലി, ശാരീരിക ക്ഷമത, ആരോഗ്യബോധം എന്നിവ വളർത്തിയെടുക്കുന്നതിനായി കായിക യുവജനകാര്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. ആരോഗ്യകരമായ ഭക്ഷണശീലം, സ്ഥിരമായ ശാരീരിക വ്യായാമം, കായിക പ്രവർത്തനങ്ങളിലെ സജീവ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കൂടാതെ ആത്മവിശ്വാസം, സംഘബോധം, നേതൃത്വ പാഠവും സാമൂഹിക ഉത്തരവാദിത്വ ബോധം എന്നിവ വളർത്തുന്നതിനും അക്കാദമിക പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി സഹായകരമാണ്. നിലവിൽ സംസ്ഥാനത്തെ 55 സ്കൂളുകളിൽ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നു. കുട്ടികളുടെ കായിക മേഖലയിലെ കഴിവുകൾ വളരെ ചെറുപ്പത്തിലെ തന്നെ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനായി അടിസ്ഥാന തലത്തിൽ 6 കായിക ഇനങ്ങളിൽ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബോക്സിംഗിനായി പഞ്ച്, ജൂഡോക്കായി ജുഡോക്ക, നീന്തൽ പരിശീലനത്തിനായി സ്പ്ലാഷ്, ഫുട്ബോളിനായി ഗോൾ, ബാസ്കറ്റ്ബോളിനായി ഹൂപ്സ്, അത്ലറ്റിക്സിനായി സ്പ്രിന്റ്. ഇതുകൂടാതെ തൈക്കൊണ്ടോ ഇനത്തിലും പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്.